Hi friends, Assalamualaikum. Bismi kitchen-ിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡും കുറച്ച് ചേരുവകളും വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ട് ഒരു സ്നാക്കിന്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 4 ബ്രെഡ് ആണ് ട്ടോ. ആ 4 ബ്രെഡ് നമുക്ക് ഇതുപോലെ ഒരു ബൗൾ എടുക്കാം. ബൗളിലേക്ക് ഇതൊന്ന് നമുക്ക് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്താൽ മതി. കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുത്താൽ ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ആയി കിട്ടിക്കോളും. അപ്പോൾ 4 ബ്രെഡും ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ബ്രെഡിന്റെ ഈ ഒരു ബ്രൗൺ പോർഷൻ വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഞാൻ ഒഴിവാക്കുന്നൊന്നുമില്ല, ഒഴിവാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു പകുതി സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത്, ഇത്രയും കൂടി ഈ ബ്രെഡിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. കായത്തിന്റെ പൊടി ഒരിക്കലും കൂടിപ്പോണ്ട, ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ കായത്തിന്റെ പൊടി ചേർത്തിട്ടുണ്ട്. ഇനി കായത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതുമാണ് കേട്ടോ. ഇതെല്ലാം പാടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഉള്ളിയും ഒക്കെ ഈ ബ്രെഡിലേക്ക് നന്നായിട്ട് അലിയുന്ന രീതിയിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ദോശമാവാണ്. ഞാൻ 250 ml കപ്പിൽ 1.5 കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. ഈ ദോശമാവ് നമുക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം ഒന്നായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ബ്രെഡ് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റിയ ദോശമാവാണ് വേണ്ടത്. ഞാൻ ദോശമാവാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഡ്ഡലി മാവ് ഉണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നല്ല തിക്കായിട്ടുള്ള മാവായിരിക്കും ഇഡ്ഡലിയുടേത്. ദോശ മാവിനേക്കാണ് കുറച്ച് ടൈറ്റ് ആണല്ലോ ഇഡ്ഡലി മാവ്. അപ്പോൾ കുറച്ച് തരിയും ഉണ്ടാവും ഇഡ്ഡലി മാവിന്. ഇതിപ്പോൾ ദോശമാവ് നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ടുള്ള ദോശമാവാണ് കേട്ടോ. അപ്പോൾ ദോശമാവിന് ഞാൻ ഉപ്പ് ചേർത്തതാണ്. അതുകൊണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പേ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിന്റെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ കുറച്ചുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1.25 കപ്പ് ദോശമാവ് ചേർത്തിട്ടുണ്ട്. 1.5 കപ്പ് എടുത്തതിൽ ഒരു 1/4 കപ്പ് മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ. ഞാൻ രണ്ടാമത് ചേർത്ത ദോശമാവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കയ്യിൽ ദോശമാവൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഇപ്പോൾ അതാ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സഹായിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ അത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ എന്താ കുറച്ച് ഓയിൽ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കിതാ ഈ ഒരു പരുവത്തിൽ ഞാൻ നേരത്തെ ഇങ്ങനെ ഉരുട്ടി മാവ് വരുത്താനും പറഞ്ഞതിൻ്റെ ഇടയിൽ പറയാഞ്ഞതാണ്. ഇങ്ങനെ ഉരുട്ടിയിട്ടപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടിട്ടുണ്ടാവും. ആ രീതിയിൽ മതി കേട്ടോ. ഒരുപാട് ലൂസായി പോകരുത്. നമ്മളിത് മാവ് കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതിങ്ങനെ പരത്താൻ പറ്റിയ ഒരു പരുവത്തിലായിട്ടും ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഈ 4 ബ്രെഡ് എടുത്തപ്പോൾ 1.25 കപ്പ് ദോശമാവ് കറക്റ്റ് പാകമായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ദോശമാവും ലൂസും ടൈറ്റും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെറിയ മാറ്റമൊക്കെ വരും കേട്ടോ. അത് ശ്രദ്ധിച്ചാൽ മതി. നമ്മളിങ്ങനെ കുഴച്ചിങ്ങനെ പരത്തി ഇങ്ങനെ ഒന്ന് ഉഴുന്നുവടയുടെ ഷേപ്പിലാക്കി എടുക്കുന്ന പരുവം അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളൂ കേട്ടോ. അപ്പോൾ ദാ ഇതേപോലെ ഒരു ഭാഗം ഇങ്ങനെ ആയി വരുമ്പോൾ പതുക്കെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ദോശമാവും ബ്രെഡും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി എന്താ പറയുക സ്നാക്കാണ്. നമുക്ക് ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉഴുന്നൊന്നും വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചിട്ട് പിന്നെ ഇടങ്ങാറാവണ്ട. പെട്ടെന്ന് ഒരു ഉഴുന്നുവട ഇതേപോലെ തയ്യാറാക്കി എടുക്കാം. എന്നാലും ഉഴുന്നുവട തിന്നുന്ന അതേ ടേസ്റ്റ് അല്ല, അത്രക്ക് ടേസ്റ്റ് വരില്ല. എന്നാലും നല്ല അടിപൊളിയായിട്ടൊരു ടേസ്റ്റാണ്. ചൂട് ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. കുട്ടികൾ സ്കൂൾ വരുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു ഐറ്റമാണ്. കുറച്ച് ദോശമാവൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അത് ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ നമുക്ക് സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യാം കേട്ടോ. ബിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും.
അപ്പം ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.